ഇപ്പോൾ BJP വോട്ടർ പട്ടികയിൽ അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണല്ലോ കുമ്പിടി. അപ്പോൾ ഇന്ത്യയിലുടനീളം മാത്രമല്ല കേരളത്തിലും വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് BJP. അത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടത്, സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത്, വിശദീകരണം നൽകേണ്ടത്. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചതാണ്. ഡൽഹിക്ക് മാത്രമുള്ള, തലസ്ഥാന മേഖലയ്ക്ക് മാത്രമുള്ള വിധിയാണ്. അത് കേരളത്തിന് ഇനിയിപ്പോൾ കേരളത്തിന് ബാധകമാക്കിയാൽ പോലും പ്രായോഗികമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ നമുക്ക് പരിമിതമായ ABC കേന്ദ്രം പോലും തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ലക്ഷക്കണക്കിന് തെരുവുനായ്ക്കളെ അടയ്ക്കാൻ പറ്റുന്ന ഷെൽട്ടറുകൾ. അത് പ്രായോഗികമാവുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി പ്രായോഗികമായ ഫലപ്രദമായിട്ടുള്ള പരിഹാര നിർദ്ദേശമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ സുപ്രീംകോടതി വിധിയുടെ വെളിച്ചത്തിൽ, സുപ്രീംകോടതി വിധിയുടെ പ്രത്യേകത ഈ ABC കേന്ദ്രം കൊണ്ട് തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. അത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ പശ്ചാത്തലത്തിൽ ഈ ABC ചട്ടം പൊളിച്ചെഴുതണം. തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു സർക്കാരിൻ്റെ നയം എന്താണെന്നുള്ളത് ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രിയാണ് പറയുക എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും. നിങ്ങൾ ഈ സംശയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞാൽ അതിനപ്പുറം സാധാരണഗതിയിൽ ഒരാൾക്ക് സംശയം ഉണ്ടാവാൻ വഴിയില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞു. ഇനി ദിവസം മരുന്ന് കഴിക്കുന്നത് പോലെ 3 നേരവും ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ?